വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഫ്രെയിമിൻ്റെ ഫുൾ എഡിറ്റിംഗ് വീഡിയോ പിന്നെ അതുപോലെ പ്രിൻറ്റിങ്ങും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രിൻറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ പ്രിൻറ്റിങ് ചെയ്യുന്നത് പിന്നെ അതുപോലെ ഇതിലെടുക്കുന്ന ഗ്ലോസി ഷീറ്റിനെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസൊക്കെ ഇതിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ആൻഡ് പ്രീവിയസ്ലി ഞാൻ ഒരുപാട് ഇങ്ങനത്തെ ഫ്രെയിംസിൻ്റെയും പിന്നെ സേവ് ഡേറ്റിൻ്റെ എഡിറ്റിംഗ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസ് കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇനി നമുക്ക് നേരെ എഡിറ്റിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ്ലി ഞാൻ ഈ ഒരു ഫോട്ടോ പിക്സാർട്ടിലും ക്യാൻവയിലും എഡിറ്റ് ചെയ്യാണ്, അത് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പിക്സാർട്ട് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഫ്രെയിമിൽ വന്നിട്ടുള്ള ആ ഒരു 3 ഇമേജസ് ഉണ്ടല്ലോ, അതിന് ബോർഡർ കൊടുക്കണം. അപ്പോൾ അത് ചെയ്യാനും വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ പിക്സാർട്ട് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഈ ഒരു പിക്സാർട്ടിൽ വന്നിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ബോർഡർ സെലക്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു ബോർഡർ ഓപ്ഷൻ എടുത്തിട്ട് ഇതിൽ ഇന്നർ ബോർഡർ, അതായത് വൈറ്റ് ബോർഡർ വേണ്ട, അപ്പം അത് റിമൂവ് ചെയ്തിട്ട് ഔട്ടർ ബോർഡർ 10 റേഷ്യോയിൽ എടുക്കുക. അത് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് എടുക്കുക കേട്ടോ. എന്നിട്ട് സേവ് ചെയ്യുകയാണ്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഈ ഫ്രെയിമിൽ വന്നിട്ടുള്ള ബാക്കി ഇമേജസും ചെയ്യണം. അപ്പോൾ ഈ ഒരു ഇമേജിലും ഇത് നേരത്തെ ചെയ്ത രീതിയിൽ തന്നെ ബോർഡർ സെലക്ട് ചെയ്തിട്ട് അതിൽ ഇന്നർ പാർട്ട് ഫുൾ വൈറ്റ് പോർഷൻ റിമൂവ് ചെയ്തിട്ട് ഔട്ടർ പോർഷൻ 10 കൊടുത്തിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ ഫോട്ടോസിലും ഞാൻ ഒരേ രീതിയിലുള്ള അളവാണ് ബോർഡേഴ്സിന് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇത് ലാസ്റ്റിലുള്ള ഒരു ഇമേജാണ്. അപ്പോൾ ഇതിന് ഞാൻ വൈറ്റ് ബോർഡർ റിമൂവ് ചെയ്തിട്ട് ഈ ഒരു ബ്ലാക്ക് ബോർഡർ 10 റേഷ്യോയിൽ എടുത്തിട്ട് സേവ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ക്യാൻവ ആപ്പിലേക്ക് പോയിട്ട് അതിലാണ് ഇനി ഫുൾ എഡിറ്റിങ്ങും വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്യാൻവ ആപ്പ് ഞാൻ എഡിറ്റിങ്ങിന് യൂസ് ചെയ്യാൻ കാരണം അതിൽ ഒരുപാട് നല്ല നല്ല ഫോൺസ് വന്നിട്ടുണ്ട്. പിക്സാർട്ടിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഫോൺസേ ഇതിലുള്ളൂ, പക്ഷേ ക്യാൻവയിൽ ഒരുപാട് നല്ല നല്ല ഫോൺസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ A4 സൈസിലാണ് ഈ ഒരു ഫ്രെയിം ചെയ്യുന്നത്. അപ്പോൾ A4 ഡോക്യുമെൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലാങ്ക് ഷീറ്റ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ ആഡ് ഓപ്ഷൻ ഉണ്ടാകും. അതിൽ പോയിട്ട് നമുക്ക് ടെക്സ്റ്റ്, ഫസ്റ്റ്ലി ഞാൻ ഇതിലേക്ക് നെയിംസാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് നമ്മുടെ ആർക്കെങ്കിലും, അതായത് നമ്മുടെ ആനിവേഴ്സറിക്കൊക്കെ ഹസ്ബൻഡൊക്കെ ഗിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ നെയിംസൊക്കെ കൊടുത്തിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഡിയർ വൈഫ് അങ്ങനെ, അല്ലെങ്കിൽ ഡിയർ ഹസ്ബൻഡ് അങ്ങനെയൊക്കെ ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ഒരുപാട് മോഡൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ ഞാനിപ്പം ഈ ഒരു ആഷിയാന ദിയ എന്നുള്ള നെയിം കൊടുത്തു. ഇത് ഒരു മാരേജിന് കൊടുക്കാനുള്ള ഗിഫ്റ്റാണ്, അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക. അപ്പം ആഷിയാന ദിയാന്ന് ടെക്സ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫോണ്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇതിൽ നല്ല നല്ല ഒരുപാട് ഫോൺസ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിൽ ഒരുപാട് പ്രീമിയം വന്നിട്ടുണ്ട്. ഈ ഒരു യെല്ലോ പ്രീമിയം വന്നിട്ടുള്ള സെലക്ട് ചെയ്താൽ ഈ ഒരു ഫോട്ടോ സേവ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അത് നമുക്ക് വീണ്ടും ചേഞ്ച് ചെയ്തിട്ട് വേണം സേവ് ചെയ്യാൻ. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള ഈ ഒരു ബെല്ല സാച്ചേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫോണ്ട് ഞാൻ സെലക്ട് ചെയ്തു. എനിക്ക് ഈ ഒരു ഫോണ്ട് ഒരുപാട് ഇഷ്ടമായിട്ടോ. ഇനി നമുക്ക് ഈ ഒരു ബ്രൈഡിൻ്റെ നെയിം വന്നിട്ട് നമുക്ക് അപ്പ് പോർഷനിൽ പോയിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ A4 ഷീറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്പേസ് ഒന്നും അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ ഉള്ള സ്പേസിൽ നമുക്ക് ഒക്കെ സെറ്റാക്കി വെക്കണം. അപ്പോൾ ഇനി നമുക്ക് ഗ്രൂമിൻ്റെ നെയിമും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ സാബിത്ത് എന്നാണ് ചെക്കൻ്റെ പേര്. അപ്പം ഇത് നമ്മൾ ടെക്സ്റ്റ് ചെയ്തതിന് ശേഷം ആ നേരത്തെ വെച്ചിട്ടുള്ള ഫോണ്ടിൻ്റെ ഇതിലേക്ക് സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ രണ്ടും 2 സൈഡിലേക്കായിട്ടാണ് വെക്കുന്നത്. ഇനി നമുക്ക് സെൻട്രൽ പോർഷനിൽ നമുക്ക് ഒരു സ്റ്റിക്കർ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആഡ് ഓപ്ഷനിൽ പോയിട്ട് എലമെൻറ്റ്സ് സെലക്ട് ചെയ്യുക. അപ്പം ഇതിൽ ബ്ലാക്ക് ഹാർട്ട് ഷേപ്പ് എന്ന് അടിച്ചാൽ ഇതുപോലത്തെ ഒരുപാട് നല്ലത് വരും. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഇത് യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് അങ്ങനെ അടിക്കേണ്ട ആവശ്യമില്ല, ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലവ് ഹാർട്ട് ഷേപ്പ് ഞാൻ ഒന്ന് ജസ്റ്റ് മിനിമൈസ് ചെയ്തിട്ട് ഈ ഒരു സെൻട്രൽ പോർഷനിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നെയിംസൊക്കെ ഇതിൽ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത് ഈ ഒരു നെയിംസിന് ഒരു എഫക്റ്റ് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു ബോൾഡ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് എഫക്റ്റിൽ പോയിട്ട് നമുക്കത് ഓരോന്നും ഒന്ന് ഇട്ട് നോക്കാം ഏതാ ഭംഗി എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു എഫക്റ്റ് ഇട്ടു. അപ്പോൾ ഒരു ബോൾഡ്നെസ് കൂടി, അപ്പോൾ നമുക്ക് ആ ഒരു ഹെഡിങ് മോർ അട്രാക്റ്റഡ് ആയിട്ട് തോന്നും കേട്ടോ ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ ഞാൻ ഈ സ്പ്ലൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എഫക്റ്റാണ് ഇതിലേക്ക് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വെച്ചാലാണ് നല്ല ഭംഗിയായി തോന്നുക അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ക്യാമറ റോളിൽ പോയിട്ട് ഇമേജസ് ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ ബോർഡർ കൊടുത്തിട്ടുള്ള ആ ഒരു 3 ഇമേജും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്.
ആൻഡ് ഇനി ഈ ഇമേജസ് മൂന്ന് സെക്ഷനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റിൽ റൈറ്റ് സൈഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ചെരിവിന് വേണ്ടിയിട്ട് ഒരു ഭംഗിക്കും വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതുപോലെ ബാക്കിയുള്ള ഇമേജസ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ലെഫ്റ്റ് പോർഷനിലോ റൈറ്റ് പോർഷനിലും വെച്ചിട്ട് മൂന്ന് സെക്ഷനിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ പോർഷനിലാണ് നമുക്ക് ഞാൻ ഒരു കോഡ്സ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പം ഇതൊക്കെ ജസ്റ്റ് എനിക്കിത് ഓർഡർ വന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞതാണ് ഈ ഒരു മോഡലിൽ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മോഡൽ സെലക്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് ഇത് സിമ്പിളായിട്ടുള്ളൊരു എഡിറ്റിംഗ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കത് ഈ ഒരു യൂട്യൂബിൽ ഇട്ടവിടാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കോഡ്സ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവർ തന്നിട്ടുള്ള ഒരു കോഡ്സിനാണ് കേട്ടോ ഇതിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഫസ്റ്റിൽ ആ ഒരു അപ്പർ പോർഷനിൽ ഫസ്റ്റിൽ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡ് ഇതിലേക്ക് എഴുതിയിട്ട് ഫോണ്ട് പോയിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഇത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്തിട്ട് ആ ഒരു പോർഷനിൽ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ഫോണ്ട് ഇനി ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി ഫോണ്ടുണ്ട്, ഡേ ഡ്രീം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരുപാട് സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ പകരം നമുക്ക് ഇങ്ങനത്തെ ഫോൺസ് നമ്മൾ ആദ്യം സെലക്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോണ്ട് ഞാൻ ഈ ഒരു ഭാഗത്തേക്കാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ നല്ല നീളത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഓപ്ഷനിലുള്ള എഫക്റ്റിൽ പോയിട്ട് ചെറിയൊരു ബോൾനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ലിഫ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതിനേക്കാളും കുറച്ച് അട്രാക്റ്റഡ് ആയിട്ട് തോന്നി. ഇനി നമുക്ക് ഇതിലെ എലമെൻറ്റ്സിൽ പോയിട്ടൊരു സ്റ്റിക്കർ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ബ്ലാക്ക് ഫ്രെയിം ആയതുകൊണ്ട് ഫുൾ സ്റ്റിക്കേഴ്സ് ഞാൻ ബ്ലാക്ക് തന്നെ സെലക്ട് ചെയ്തത് കേട്ടോ. അഗെയിൻ നമുക്ക് ഇനി ടെക്സ്റ്റിൽ പോയിട്ട് ഫോണ്ട് സെൻറ്റർ പോർഷനിലേക്ക് എഴുതിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഹെഡ് എഡിറ്റിങ്ങിൽ പോവുക. എന്നിട്ട് നമുക്ക് ആ ഒരു പോർഷനിൽ എന്ത് കോഡാണ് വേണ്ടത്. അപ്പോൾ ഈ കോഡ്സൊക്കെ നമുക്ക് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. കപ്പിൾ കോഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കോഡ്സുകൾ കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു നേരത്തെ ചെയ്ത പോലെ തന്നെ ഡേ ഡ്രീം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫോണ്ടാണ് ഇതിൽ കൊടുത്തത്. അഗെയിൻ നമുക്ക് ടെക്സ്റ്റിൽ പോയിട്ട് നമുക്ക് ആ താഴെ വന്നിട്ടുള്ള ടെക്സ്റ്റ് എഴുതിയെടുക്കണം. അപ്പം ആ ഒരു ടെക്സ്റ്റും കൂടി കഴിഞ്ഞാൽ ഈ ഒരു എഡിറ്റിങ് കഴിഞ്ഞു ഏകദേശം. അപ്പോൾ ഞാനിത് എത്രത്തോളം പറയുമ്പോൾ മനസ്സിലാവുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ഡേ ഡ്രീമെന്ന് ഫോണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി ഈ ഒരു രണ്ട് ടെക്സ്റ്റിനും നമുക്ക് എഫക്റ്റ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ്ലി കൊടുത്തിട്ടുള്ള ആ ഒരു ലിഫ്റ്റ് എഫക്റ്റിന് ഞാൻ ഈ ഒരു 3 ടെക്സ്റ്റിനും കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് ഒന്ന് ടെക്സ്റ്റ് ചെയ്തിട്ട് ഈ ഒരു തായ് ഭാഗത്തേക്ക് വെക്കുക. അത് ജസ്റ്റ് നല്ലൊരു കട്ടിയിൽ തന്നെ കൊടുക്കുക കേട്ടോ ഫോണ്ട്. അപ്പം ജസ്റ്റ് അത് അട്രാക്റ്റ് ആയിട്ട് നല്ല പെട്ടെന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പം ഇതിൽ ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ഫുള്ള് വന്നിട്ടുള്ള അങ്ങനത്തെ നല്ല കട്ടിയുള്ള ഫോൺസ് ഒക്കെ ആണ് കേട്ടോ. ഇനി ഇതും കൂടെ സെറ്റാക്കിയാൽ നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ട സ്റ്റിക്കേഴ്സാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എലിമെൻറ്റ്സിൽ പോകുന്നുണ്ട്. എന്നിട്ട് എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജസ് ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്തതാണ്, അതിനെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഏകദേശം എഡിറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ നമുക്ക് ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് നമുക്ക് ഇഷ്ടത്തിന് ഒരുപാടുണ്ട് കേട്ടോ. കുറേ പ്രീമിയം വന്നത് നമ്മൾ സെലക്ട് ചെയ്യാതിരിക്കുക. സെലക്ട് ചെയ്യുമ്പോൾ നമുക്കത് ഈ ഒരു ഇമേജ് സേവ് ചെയ്യാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ഒരുപാടുണ്ട്, അതിൽ നിന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ ഞാൻ ബ്ലാക്ക് ആരോ ബ്ലാക്ക് ഹേർട്ടൊക്കെ ഇതിൽ ടൈപ്പ് ചെയ്തപ്പോൾ കണ്ടില്ലേ ഒരുപാടുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്തതാണ് ഇതിൽ എടുത്തത് കേട്ടോ. സോ എഡിറ്റിംഗ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് സേവ് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ പ്രിൻറ്റിങ്ങിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു പ്രിൻറ്റർ വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, DCP പ്രിൻറ്റർ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ പ്രിൻറ്റ് ചെയ്യുന്നത്. അതിന് ഈ ഒരു പ്രിൻറ്റർ നമുക്ക് ഫോണിൽ തന്നെ പ്രിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഫോണിലുള്ള ഇമേജസൊക്കെ പ്രിൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ഇഷ്ടത്തിലുള്ള ഫോട്ടോസൊക്കെ ഇതിൽ പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു ഇമേജ് ഈ ഒരു ആപ്പിൽ പോയിട്ട് എടുക്കുന്നുണ്ട്, എന്നിട്ട് പ്രിൻ്റ് എന്ന് പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഇത് പ്രിൻ്റ് ആയി കിട്ടും. ആൻഡ് ഇതിൽ വന്നിട്ട് ഞാൻ ഗ്ലോസി ഷീറ്റാണ് യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലോസി ഷീറ്റിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഒരു ആൽബം ഷീറ്റിൻ്റെ ഒരു ലുക്ക് തന്നെ കിട്ടും. നല്ല ഇമേജസൊക്കെ നല്ല അട്രാക്റ്റഡ് ആയിട്ടും. അപ്പോൾ വെറും ഒരു A4 ഷീറ്റിൽ എടുക്കുന്നതിന്
ഷീറ്റിനേക്കാളും ലുക്ക് ഈ ഒരു ഗ്ലോസി ഷീറ്റിൽ കിട്ടും. അപ്പോൾ ഞാനിത് ഈ ഒരു ഷീറ്റ് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. 10 രൂപയാണ് ഈ ഒരു ഷീറ്റിൻ്റെ റേറ്റ്. അപ്പോൾ പുറത്ത് പോയിട്ട് പ്രിൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50 രൂപയോ അല്ലെങ്കിൽ 30 രൂപയൊക്കെ ആയിരിക്കും ഈ ഒരു പ്രിൻറ്റിങ്ങിൻ്റെ ചാർജ് വന്നിട്ടുണ്ടാവുക. ഇനി നമുക്ക് ഈ ഒരു പ്രിൻ്റ് ഫ്രെയിമിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ്ലി ഞാൻ ഈ ഒരു ഫ്രെയിം എടുത്താൽ അതിൻ്റെ ഗ്ലാസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു പേപ്പർ വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ചെറുതായിട്ടുള്ള ഡസ്റ്റൊക്കെ ഉണ്ടായാലും നമ്മൾ ഫ്രെയിം പേപ്പർ വെച്ചതിന് ശേഷം ഭയങ്കര ബോറായിട്ട് തോന്നും. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഞാൻ ക്ലീൻ ചെയ്യും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഈ ഒരു എഡിറ്റിങ്ങിലോ അല്ലാത്ത എന്തിലെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോ വരുന്നവരെ ബൈ, അസ്സലാമു അലൈക്കും.